പുല്ലുപാറയ്ക്ക് സമീപം KSRTC ബസ് കൊക്കയിലേക്ക് മറിഞ്ഞുണ്ടായ അപകടമാണ്. മാവേലിക്കരയിൽ നിന്ന് തഞ്ചാവൂരിലേക്ക് വിനോദയാത്ര പോയ സംഘത്തിൻ്റെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. മാവേലിക്കര സ്വദേശി ബിന്ദു നാരായണൻ, അരുൺ ഹരി, രമാമോഹൻ, സംഗീത് എന്നീ 3 പേര് മരണപ്പെട്ടിട്ടുണ്ട്. ഒരാളുടെ നില ഗുരുതരമായിട്ട് തുടരുന്നു. അദ്ദേഹവും ഇപ്പം മരണപ്പെട്ടെന്ന് പറയുന്നു. 4 പേര് മൊത്തം മരണപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ട്. ഇറങ്ങി വരുന്ന സമയത്ത് ബസ്സിൻ്റെ ബ്രേക്ക് പോയതാണെന്നാണ് പറയുന്നത്. ഇതൊരു വലിയ കൊക്കയാണ്. അവിടെ ബസ് വീണ സമയത്ത് അവിടെ 1-2 മരത്തിൽ തങ്ങിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ബസ് താഴോട്ട് പോയിട്ടില്ല. കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഒരു ലോറി അപകടം ഉണ്ടായതാണ്. ആ ലോറി ഇതിലെ പോയിട്ട് അതിൻ്റെ ലോറിയുടെ അവശിഷ്ടം മാത്രമേ കിട്ടിയാണ്. അത്രയ്ക്കും വലിയൊരു കൊക്കയാണ്. ഏതായാലും ഇവിടെ ഈ തങ്ങി നിന്നുകൊണ്ടാണ് കൂടുതൽ പേർക്ക് അപകടമൊന്നുമില്ലാതെ രക്ഷപ്പെട്ടത്. അത് 3 രാവിലെ ആയിരുന്നു മോനെ. അത് കഴിഞ്ഞാൽ ബസ് മരത്തിൽ തങ്ങി നിൽക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. ഇന്ന് പുലർച്ചെ 6 മണിയോട് കൂടിയാണ് ഈ അപകടം നടന്നത്. ഞങ്ങളൊരു 8:30-9 ആയപ്പോഴത്തേന് ഇതിലെ പാസ് ചെയ്താണ്, കമ്പത്തിന് പോയതാണ്. അന്നേരം ഇവിടെ ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെയൊന്നും വണ്ടി നിർത്താനോ നമുക്കിതൊന്നും കാണാൻ പോലും പറ്റിയില്ല. അത്രയ്ക്കും ജനക്കൂട്ടമായിരുന്നു. വാഹനം 2 കിലോമീറ്ററോളം വഴി ബ്ലോക്കായി കിടക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്താണ് ഇവിടെ നിർത്തിയത്. പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ വന്നതിൻ്റെ റിപ്പോർട്ടൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബസ് ഉയർത്താൻ ക്രെയിനൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. ബസ്സിൻ്റെ ഡ്രൈവർക്ക് നിസ്സാര പരിക്കുള്ളെന്നാണ് അറിഞ്ഞത്. ബ്രേക്ക് പോയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ അദ്ദേഹം വണ്ടി ഇടിച്ച് നിർത്താൻ വേണ്ടി നോക്കിയതാണെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അവിടുന്ന് തെന്നി നീങ്ങി ഈ സൈഡിലേക്ക് മറിയുകയായിരുന്നു. ബസ്സിലാകെ 34 യാത്രക്കാരാണ് ഉണ്ടായിരുന്നത്. കുറച്ച് ആൾക്കാർ, പരിക്ക് പറ്റിയ ആൾക്കാർ പാല മാർശ്രീവ മെഡിസിറ്റിയിലാണെന്ന് അറിയുന്നു.